എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. വ്യാഴാഴ്ചകൾക്ക് പുറമെ ഓരോ സ്പോൺസർമാർക്കനുസരിച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ വ്യാഴാഴ്ചയും വസ്ത്രദാനം ഉണ്ട്. മാത്രമല്ല വസ്ത്രദാനവും ഓരോ സ്പോൺസർമാർക്കനുസരിച്ചിട്ടാണ് നടത്തുന്നത്. ഇന്ന് നമ്മുടെ ശിവദാസ മേനോൻ മുരളീരമം വീട്ടിലെ ചങ്കത്ത് ശിവദാസ മേനോന്റെ സ്മരണയ്ക്കാണ് നടത്തുന്നത്. വ്യക്തിപരമായ രീതിയിൽ വളരെ വേദനാജനകമായ ഒരു ദിനം കൂടിയാണ്. കാരണം എൻ്റെയൊക്കെ അളിയനായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ കണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് നടത്തുന്നത്. ഒപ്പം തന്നെ അതോടൊപ്പം വസ്ത്രദാനവും നടത്തുന്നുണ്ട്. വസ്ത്രങ്ങൾ അദ്ദേഹം കണ്ണൻ ചങ്കത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് യോഗം തുടങ്ങുകയാണ്. യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് കൺവീനർ മുരളീധര ടൈമിൽ സ്നേഹത്തോടും എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിച്ച് നല്ല ഭംഗിയായി സുതാര്യമായ രീതിയിൽ നടത്തി വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വ്യാഴാഴ്ചകളിലാണ് ഇത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടപ്പിൽ വരുത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് വേണ്ടി ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചങ്കത്ത് കണ്ണൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചരമത്തിനോടനുബന്ധിച്ച് അടിയന്തരത്തിനോടനുബന്ധിച്ചാണ് ഈ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ 16-ാം ദിവസമായ ഇന്ന് പരേതാത്മാവിന് നിത്യശാന്തി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. സംതൃപ്ത കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഇത്തരമൊരു സൽക്കർമ്മത്തിന് മുതിർന്ന കുടുംബാംഗങ്ങളുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി, അതിലുപരി ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിത്വത്തിനൊടുകയാണ് അദ്ദേഹത്തെയും വേദിയിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്തത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ശിവദാസന്റെ മകൻ കണ്ണൻ ചങ്കത്താണ്. അദ്ദേഹം ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ 16-ാം ചരമദിനമായ ഇന്ന് തന്നെ അദ്ദേഹം ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം എത്തിച്ചേർന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അദ്ദേഹം വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ മുരളി അകമ്പടി ഗുരുദാസൻ കൃഷ്ണതങ്ങളി ആശാൻ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടിയുടെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയൻ നമ്മളോടൊപ്പം ഉണ്ട്. ജയനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തും വേറെ ജയൻ, നമ്മുടെ പായസത്തിൻ്റെ ചാരത്തിലുള്ള ജയൻ നമ്മളോടൊപ്പം ഉണ്ട്. ജയനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സൂര്യപവർ പുത്തൂർ ചിത്തഞ്ഞൂർ അദ്ദേഹം നമ്മളോടൊപ്പം എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രേംജി ഗുരുവായൂർ ഇത് നമ്മൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. പ്രേംജിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്നുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് അഡ്വക്കേറ്റ് രവി ചങ്കത്തിന് പറഞ്ഞതുപോലെ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ഈ ഒരു ഭക്ഷണ പരിപാടികൾ നിന്നു പോകുന്നത് ഒരുപാട് ആളുകളുടെ സഹായ സഹകരണത്തോടെയാണ്. കൂടുതൽ സംസാരിക്കുന്നതിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് കണ്ണൻ ചങ്കത്തിൽ പറയണ്ടെങ്കിൽ ഓപ്പണിങ് എങ്ങനെയാണ് ചോറ് വേണമെങ്കിൽ കൊണ്ടുപോയാൽ നീ പായസം കുടിച്ചോളൂ. ചുരം കൊടുക്ക ചൂടിൽ കൊടുത്തോ. പായസം ഉണ്ട് കേട്ടാ, പായസം കഴിക്കാം. ഷർട്ട് ഇത് തന്നെയാണ്. ഷർട്ട് ഇതാ ഷർട്ട് വരൂ. പാൻറ് വേണോ? മുണ്ട് വേണോ? ഒരു മുണ്ട് വേണം. ഓക്കെ ഇതാ വേണ്ട. ഷർട്ട് പാൻറ് മുണ്ട് ഞാൻ വെച്ചു. കൊടുത്തോ. നീ വേണ? തരോ? ഒന്ന് മതിയാ? അയ്യോ അത് മുരളീധരൻ 5 കൊടുത്തു. തൽക്കാലം 2-3 വെക്കൂ. മുരളിയെ 5 വേണമെന്ന് കൊടുത്തോളൂ. നിന്ന് കേട്ടോ. എന്താ വേണ്ട? പായസം കുടിച്ചോളൂ. അമ്മ പായസം കുടിച്ചോളൂ. കൊടുത്താ ജയൻ കൊടുക്കൂ. പായസം കുടിച്ചോ.
പായസം കഴിച്ചോ? ചോറും കഴിച്ചോ? ചോറ് മേടിച്ചോളൂ. നല്ല ചൂടുണ്ട്. ചൂടുണ്ട് ചേട്ടാ. ചൂടുണ്ടാവും. ചൂടുണ്ട്. ഏത് ഉണ്ടല്ലേ? അതിൽ കണ്ടില്ലേ? ഇപ്പൊ ചില വിപിൻ അല്ല കാശ് ഒരു കാര്യം സേവനത്തിന് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ മുന്നോട്ട് വരൂ. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9446514148, 9961610486, 9846064770, 9846193438. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.